മഞ്ജു വാര്യരും കുട്ടിക്കൽ ജയചന്ദ്രന്റെ പോസ്റ്റും. സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി ശൈലജ പി. അമ്പു. മഞ്ജു വാര്യരെക്കുറിച്ചുള്ള കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അഭിനന്ദനമാണോ വിമർശനമാണോ എന്ന് വ്യക്തതയില്ലാത്ത രീതിയിൽ തയ്യാറാക്കിയ ഈ കുറിപ്പ് സ്ത്രീകളുടെ ആരോഗ്യപ്രശ്നങ്ങളായ ആർത്തവം, ഹോർമോൺ ഇംബാലൻസ്, PCOD എന്നിവയെ പരാമർശിച്ചതോടെയാണ് ചർച്ചകൾ രൂക്ഷമായത്. നിരവധി സെലിബ്രിറ്റികളും പൊതുജനങ്ങളും അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നടി ശൈലജ പി. അമ്പുവും തുറന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മഞ്ജു വാര്യരുടെ BMW പോലെ തന്നെ കുട്ടിക്കൽ ജയചന്ദ്രന്റെ പോസ്റ്റും പറക്കുകയാണെന്നാണ് ശൈലജയുടെ വിമർശനം. കൗമാരപ്രായം മുതൽ സ്ത്രീകൾ മാസം തോറും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ശൈലജ വിശദമായി സംസാരിച്ചത്. അടുക്കളയിലെ ചൂടും പുറം ലോകത്തിലെ ജോലി സമ്മർദ്ദങ്ങളും ഒരുപോലെ ഏറ്റുവാങ്ങിയാണ് സ്ത്രീകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവർ പറഞ്ഞു. എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലെന്നും എല്ലാ പുരുഷന്മാരും കുട്ടിക്കൽ ജയചന്ദ്രനെപ്പോലെ തമാശക്കാരുമല്ലെന്നും ശൈലജ വ്യക്തമാക്കി. സ്വന്തം ജീവിതത്തോട് പൊരുതി മുന്നോട്ടുവന്ന ഒരു സെലിബ്രിറ്റിയായതിനാലാണ് മഞ്ജു വാര്യർക്ക് സമൂഹത്തിൽ കൂടുതൽ കയ്യടി ലഭിക്കുന്നതെന്നും അവർ മലയാളി സ്ത്രീകൾക്ക് അഭിമാനമാണെന്നും ശൈലജ അഭിപ്രായപ്പെട്ടു. എന്നാൽ നാളെ മഞ്ജു വാര്യർക്കുണ്ടാകുന്ന ഒരു ചെറിയ പിഴവുപോലും സമൂഹം അതിരുകടന്ന് ആഘോഷിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കുട്ടിക്കൽ ജയചന്ദ്രൻ പരാമർശിക്കാതെ വിട്ടുപോയ ഒരു പ്രധാന വിഷയം 40 കഴിഞ്ഞ സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ വിരാമമാണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാണെന്നും ശൈലജ പറഞ്ഞു. ആർത്തവമെന്ന വാക്കുപോലും ഉറക്കെ പറയാൻ സമൂഹം തയ്യാറായത് ശബരിമല സ്ത്രീപ്രവേശന ചർച്ചകൾക്ക് ശേഷമാണെന്നും ഇന്നും സാനിറ്ററി നാപ്കിൻ പത്രത്തിൽ പൊതിഞ്ഞാണ് വാങ്ങേണ്ടിവരുന്നതെന്ന യാഥാർത്ഥ്യവും അവർ ഓർമ്മിപ്പിച്ചു. ഇതിനിടയിലാണ് കുട്ടിക്കൽ ജയചന്ദ്രന്റെ പോസ്റ്റിനെ വിമർശിച്ചവർക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ അയച്ചു എന്ന് പറയപ്പെടുന്ന വോയിസ് മെസ്സേജും വിവാദമായത്. പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാവേണ്ടതെന്തിന് എന്ന പരാമർശം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അതേസമയം മഞ്ജു വാര്യർ ബൈക്കിൽ യാത്ര ചെയ്ത് ധനുഷ്കോടി പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തന്റെ പോസ്റ്റ് എന്നാണ് കുട്ടിക്കൽ ജയചന്ദ്രന്റെ വിശദീകരണം. ജീവിതത്തിൽ സാഹസം കാണിക്കാതെ സംശയരോഗികളായി ഒതുങ്ങി ജീവിക്കുന്നവർക്കുള്ള ഒരു ഉപമയായാണ് തന്റെ കുറിപ്പെന്നും ഉള്ളത് അംഗീകരിക്കണമെന്ന മനോഭാവത്തിലാണ് അത് എഴുതിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോസ്റ്റിന് താഴെയുണ്ടായ വിമർശനങ്ങൾക്ക് മറുപടിയായി ജയചന്ദ്രന്റെ ഭാര്യയും രംഗത്തെത്തി. കുടുംബത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് തങ്ങൾക്കറിയാമെന്നും പോസ്റ്റിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അവർ പ്രതികരിച്ചു. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരൂ.